റിസോർട്ട് ടു. കടമായി കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പറ്റാവുന്ന നല്ല മാർഗങ്ങളൊക്കെ ജെയിംസ് ഉപയോഗിച്ചു. പക്ഷെ ഒരു രക്ഷയുമില്ല. പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറില്ല. അപ്പോൾ അവൻ ഒരു നിവൃത്തിയുമില്ലാതെ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ കൂടി ഒരു വഴി പ്രയോഗിച്ചു. ഭീഷണി, ത്രെഡ്സ്. He resorted to threats to get his money back. He resorted to threats to get his money back. അവന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും ചില ആളുകൾ അങ്ങനെയല്ലേ, ചിലപ്പോഴൊക്കെ ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഓപ്ഷൻസും പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യും. ഇഷ്ടമില്ലെങ്കിലും ആ ഒരു ലാസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കും. നല്ല ഓപ്ഷൻ ആകണമെന്നില്ല എങ്കിലും. അതാണ് റിസോർട്ട് ടു. റിസോർട്ട് ടു സംതിങ് എന്ന് പറഞ്ഞാൽ ടു ഡു സംതിങ് ദാറ്റ് യു ഡു നോട്ട് വാണ്ട് ടു ഡു ബിക്കോസ് യു കനോട്ട് ഫൈൻഡ് എനി അതർ വേ. ജെയിംസിൻ്റെ പേരൻസ് ലോൺ എടുത്ത് വീട് പണി ആരംഭിച്ചു. പക്ഷേ വീട് പണി കഴിയുന്നില്ല, പൈസയൊക്കെ തീർന്നു. എന്തു ചെയ്തു പിന്നീട് അവർ? They had to resort to another loan from the bank. They had to resort to another loan from the bank. ഇഷ്ടമില്ലായിരുന്നു വീണ്ടും ലോൺ എടുക്കാൻ. പക്ഷേ വേറെ എന്ത് ചെയ്യാൻ? ഒരു നിവൃത്തിയുമില്ല. They had to resort to another loan. പ്രതിഷേധക്കാർ ദേഷ്യത്തോടെ മാർച്ച് ചെയ്യാൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാതായപ്പോൾ അവർ എന്തു ചെയ്തെന്നോ? The angry protesters resorted to violence. അവർ വല്ലാതെ രോഷാകുലരായി. അവരെന്തു ചെയ്തു? റിസോർട്ടഡ് ടു വയലൻസ്. അക്രമത്തിൻ്റെ മാർഗം തന്നെ അവർ തിരഞ്ഞെടുത്തു. പോലീസ് അവരെ നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെട്ടു. അവസാനം എന്ത് സംഭവിച്ചു? The police had to resort to force to remove the violent protesters. The police had to resort to force to remove the violent protesters. അക്രമാസക്തരായ ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ, പ്രതിഷേധക്കാരെ മാറ്റുന്നതിന് വേണ്ടി പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു. ദ പോലീസ് ഹാഡ് ടു റിസോർട്ട് ടു ഫോഴ്സ് ടു റിമൂവ് ദ വയലൻറ്റ് പ്രൊട്ടസ്റ്റേഴ്സ്. റിസോർട്ട് ടു എന്ന ഫ്രേസ് എങ്ങനെ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയമേ വേണ്ട.